എൻ്റെ പേര് സനു സന്തോഷ്. ഞാൻ ഇവിടെ തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ NIT കാലിക്കറ്റിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായതാണ്. 2023 പാസ്സായി. 2023 ജൂൺ തന്നെ ഇവിടെ ജോയിൻ ചെയ്തത്. ഇപ്പം എനിക്ക് RRB PO ആയിട്ടും ക്ലർക്കും രണ്ടും സെലക്ഷൻ ആയിട്ടുണ്ട്. ഇപ്പോൾ RRBയിലെ എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ 2023 ആയിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ് എല്ലാം. അതിൽ ഒന്നിൻ്റെയും പ്രിലിംസ് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. ആകെ പ്രിലിംസ് ക്ലിയർ ആയിരുന്നത് SBI ക്ലർക്ക് മാത്രമായിരുന്നു. ആ വർഷം ഞാൻ വന്ന ആ ഒരു ടൈമിൽ SBI ക്ലർക്ക് മാത്രമായിരുന്നു ക്ലിയർ ആകാൻ പറ്റിയത്. ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഫസ്റ്റ് എഴുതിയ 2 എക്സാമും RRB ആണ് ആദ്യമേ. അപ്പം RRB POയും ക്ലർക്കും ക്ലിയർ ആക്കാൻ പറ്റി. എൻ്റെ പ്രിപ്പറേഷനെ പറ്റി പറയുവാണെങ്കിൽ എനിക്കങ്ങനെ ഒരു സ്പെസിഫിക് ടൈമൊന്നും ഉണ്ടായിരുന്നില്ല പഠിക്കാനായിട്ട്. എനിക്കെപ്പോൾ തോന്നുന്നു ഞാൻ ആ സമയത്ത് പഠിക്കും. പക്ഷേ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട്, അതെനിക്ക് പറയാൻ പറ്റും. ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കിട്ടുന്ന മാക്സിമം ടൈമും യൂട്ടിലൈസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതിപ്പം കോണ്ട് ആയാലും റീസണിങ് ആയാലും GA ആയാലും ഇംഗ്ലീഷ് ആയാലും പറ്റുന്ന മാക്സിമം ഞാൻ എൻ്റെ എഫർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് ഡെയിലി മോക്കിൻ്റെ കാര്യമാണ്. എനിക്ക് ആദ്യമേയൊക്കെ മോക്കിൽ എത്രയാണ് 100-ൽ ചിലപ്പോൾ 28, 30 ആ ഒരു റേഞ്ചൊക്കെ ആയിരുന്നു ആദ്യമേ. അതും ഇംഗ്ലീഷൊക്കെ കൊണ്ടായിരുന്നു ആ ഒരു ലെവലെത്തിയത്. റീസണിങ് ഒന്നും എന്നെക്കൊണ്ട് ആദ്യമേ പറ്റില്ലായിരുന്നു. പ്രിലിംസ് ലെവൽ പോലും പറ്റില്ലായിരുന്നു. അത് പിന്നെ എനിക്ക് തോന്നിയത് അത് എന്നെക്കൊണ്ട് നടക്കുന്ന പരിപാടിയാണോ എന്ന് എനിക്കും ഒരു സമയത്ത് തോന്നിയതായിരുന്നു. പിന്നെ ഡെയിലി മോക്ക്, ഇവിടുത്തെ ICTയിലെ ആപ്പ് തന്നെ ഡെയിലി മോക്ക് ഉണ്ടാകും. ആ ഡെയിലി മോക്ക് അറ്റംപ്റ്റ് ചെയ്ത് നമുക്ക് നമ്മളെ അറ്റംപ്റ്റ് ചെയ്താൽ മാത്രമല്ല അത് അനലൈസ് ചെയ്യാറുണ്ടായിരുന്നു. എന്താ മിസ്റ്റേക്ക്, എവിടെയാണ്, എന്തുകൊണ്ടാണ് മാർക്ക് കിട്ടാത്തതെന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അത് വീണ്ടും ചെയ്ത് നോക്കുക, കിട്ടുന്ന ക്വസ്റ്റ്യൻ എല്ലാം ചെയ്ത് നോക്കും, അനലൈസ് ചെയ്യും. അങ്ങനെ ചെയ്ത് എനിക്ക് പിന്നെ റീസണിങ് എളുപ്പമുള്ളൊരു സെക്ഷനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ കോണ്ടും അത്യാവശ്യം എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതും കോണ്ടും ഇവിടുത്തെ ക്ലാസ് എനിക്ക് ഷമീം സാറിൻ്റെ ആയാലും അനുശ്രീ മിസ്സിൻ്റെ ആയാലും രമേശ് സാറിൻ്റെ ആയാലും ക്ലാസ്സൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. അവരെ ഓരോ ട്രിക്സും എല്ലാം. പിന്നെ ഇംഗ്ലീഷിൻ്റെ ആയാലും ഇംഗ്ലീഷും RK സാർ, കൃഷ്ണൻ സാറിൻ്റെ ആയാലും പിന്നെ നമ്മളെ ദിവ്യ മിസ്സിൻ്റെയും ഡെയിലി അവർ കൊണ്ടുവന്ന മെറ്റീരിയൽസും എല്ലാം വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ ജൂണിലാണ് ഇവിടെ ഒന്ന് ജോയിൻ ചെയ്തത്. ജൂണിൽ ജോയിൻ ചെയ്തപ്പോൾ ഏതാണ്ട് RRB ആ സമയത്ത് ആ വർഷത്തെ RRB PO ക്ലർക്കൊക്കെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി ഔട്ടായോ അല്ലെങ്കിൽ ജോയിൻ ചെയ്തതിന് ആ ഒരു സമയത്ത് തന്നെയായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. അപ്പം എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്തായിരുന്നു വെച്ചാൽ, ഇല്ല ഇത്തവണ എന്തായാലും ഇതൊന്നും എനിക്ക് കിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്ക്. അപ്പം അതിനുവേണ്ടി അങ്ങനത്തെ ഒരു പ്രിപ്പറേഷനും ആയിരുന്നു. കിട്ടില്ല, വെറുതെ എഴുതി നോക്കാം, അടുത്ത വർഷത്തെ എക്സാം എനിക്ക് പറഞ്ഞിട്ടുള്ളൂ, അതായിരിക്കും, അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. അത് കാരണം അങ്ങനെ കിട്ടില്ല എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ പോയി എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. അത് പക്ഷേ എക്സാമൊക്കെ എഴുതുമ്പോൾ മനസ്സിലാവും, ഇല്ല കുറച്ചും കൂടി പഠിച്ചിരുന്നെങ്കിൽ, കുറച്ചും കൂടി വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ വർഷം തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഇത് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു സീസണിൽ ആ ഒരു വർഷത്തെ എക്സാം എല്ലാം കഴിഞ്ഞ് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. അടുത്ത വർഷത്തെ ഏതൊരു എക്സാം എഴുതിയാലും എനിക്ക് കിട്ടുമെന്ന് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ മാറി. ഈ വർഷത്തെ ഏത് എക്സാം എഴുതിയാലും എനിക്കത് ക്ലിയർ ആവാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു. അതുകൊണ്ട് തന്നെ ആ വർഷം 2024 ആദ്യം എഴുതിയ 2 എക്സാം RRB POയും ക്ലർക്കും അതെനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പം നമുക്കത് തന്നെ ഞാൻ വന്നപ്പോൾ എൻ്റെ ഒരു വിശ്വാസം ഇതായിരുന്നു, 6 മാസം എന്തായാലും പഠിച്ചതിന് ശേഷം മാത്രമേ കുറച്ചെങ്കിലും ക്ലിയർ ആവാൻ പറ്റൂ, അങ്ങനെയൊരു മൈൻഡായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ വർക്ക് ചെയ്യുക, വർക്ക് ചെയ്തത് 2 മാസമായാലും 3 മാസമായാലും അതൊരു വിഷയമല്ല. നമുക്ക് കിട്ടുമെന്ന് നമ്മൾ സ്വയം വിശ്വസിക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക, അത് നമുക്ക് എന്തായാലും കിട്ടും. അത് അങ്ങനെ ചെയ്താൽ നമ്മൾ വർക്ക് ചെയ്യുക, സ്വയം വിശ്വസിക്കുക, അതിനനുസരിച്ച് വർക്ക് ചെയ്യുക, അതാണ് എനിക്ക് പറയാനുള്ളത്. വളരെയധികം സന്തോഷമുണ്ട് ഇപ്പം രണ്ടും പാസ്സാകാൻ പറ്റിയതിൽ. എന്നെ ഇതിന് പ്രാപ്തനാക്കിയ എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. എൻ്റെ അച്ഛനായാലും അമ്മയ്ക്കും, മാമനുണ്ട്, കുറേ പേരുണ്ട്, എൻ്റെ എല്ലാ റിലേറ്റീവ്സും ഫുൾ സപ്പോർട്ട് തന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, ICTയിലെ ഓരോ ഫാക്കൽറ്റിയും, എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു.